എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെളിപ്പാട് 4-ന്റെ 7ഉം 8ഉം. അതിൽ 7-ാം വാക്യം കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിന് നമ്മൾ എടുത്ത വാക്യമാണ്. വീണ്ടും വായിക്കട്ടെ. 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകലും വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതത്തിൻ്റെ സാധ്യതകളിലേക്ക് നാം അടുത്തു വരുന്നു. സ്വർഗീയ ദൃശ്യങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളായ ഇവർ ദാർശനികനായ യോഹന്നാൻ്റെ മാത്രം സാങ്കല്പിക സൃഷ്ടിയല്ല. 4 ജീവികളുടെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ബാബിലോണിയൻ പുരാണങ്ങളിൽ നിന്ന് ഉടലെടുത്തതായിരിക്കാം എന്ന് പല വെളിപ്പാട് പുസ്തക പഠിതാക്കളും അഭിപ്രായപ്പെടുന്നു. അവയുടെ 4 ചിറകുകൾ സ്വർഗത്തിൻ്റെ 4 കോണുകളെ കുറിക്കുന്ന ചിഹ്നങ്ങളാകാം. പക്ഷേ യോഹന്നാൻ ഇതൊന്നും താരതമ്യ പഠനം നടത്തി എഴുതുന്നതായിരിക്കില്ല. പിന്നെ ദർശനത്തിൽ കണ്ട ദൃശ്യങ്ങൾ അതുപോലെ വിവരിക്കുന്നു എന്ന് മാത്രം. യോഹന്നാൻ ഇവിടെ എന്ത് അർത്ഥമാണ് ഉദ്ദേശിച്ചതെന്ന് നോക്കുമ്പോൾ, പ്രകൃതിയ ശ്രേഷ്ഠതയും ബലവും ബുദ്ധിയും വേഗതയും കൊണ്ട് മറ്റ് സകല ജീവികളെയും തോൽപ്പിക്കാൻ കഴിവുള്ള സ്വർഗീയ ജീവികളാണ് ഇവർ 4 പേരും. ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രവർത്തന രംഗത്ത് പ്രാമുഖ്യം സിദ്ധിച്ചിട്ടുണ്ട്. സിംഹം മൃഗങ്ങളുടെ രാജാവാണ്. കാള കന്നുകാലികളിൽ വെച്ച് അതിശ്രേഷ്ഠതയും ബലവുമുള്ളതാണ്. മനുഷ്യൻ സർവ സൃഷ്ടിയുടെയും മകുടമാണ്. കഴുകൻ പക്ഷികളുടെ രാജാവാണ്, കരുത്തുറ്റതാണ്. അങ്ങനെ സിംഹത്തിൻ്റെ രാജകീയ ശ്രേഷ്ഠതയും കാളയുടെ അധ്വാനശേഷിയും കഴുകൻ്റെ ഔന്നിത്യവും വേഗതയും മനുഷ്യൻ്റെ വിശേഷബുദ്ധിയും ഒരുമിച്ച് സമ്മേളിച്ചിട്ടുള്ള അതിശ്രേഷ്ഠ ജീവികളാണ് സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന 4 കെരൂബുകൾ. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ 24 മൂപ്പന്മാർ ദൈവത്തെ പാടി പുകഴ്ത്തുന്നതായി പറയുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം ഒരുമിച്ച് വീക്ഷിക്കുമ്പോൾ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോടൊത്ത് പക്ഷികളും മൃഗങ്ങളും മാത്രമല്ല, പ്രകൃതി ആകമാനം ചേർന്ന് സർവചരാചരങ്ങളും ഉൾപ്പെട്ട പ്രപഞ്ചമാകെ ഒത്തുചേർന്ന് സൃഷ്ടാവായ ദൈവത്തിന് സമ്പൂർണ്ണ സ്തുതി അർപ്പിക്കുന്ന രംഗമാണ് വീക്ഷണ വിധേയമാകുന്നത്. ഈ വർണ്ണന പഴയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്നു. സങ്കീർത്തനത്തിൽ 19-ന്റെ 1-ഉം 2-ലും 103-ലും 148-ാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. ഇവിടെ മഹത്തായ ഒരു ആശയം നമുക്ക് അടർത്തിയെടുക്കാം. സൃഷ്ടിയുടെ ഓരോ ഘടകവും ദൈവോദ്ദേശപ്രകാരം പ്രവർത്തന നിരതമായിരിക്കുന്നത് തന്നെയാണ് ദൈവസ്തുതി. പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിലും ദൈവാംശമുണ്ടെന്ന് സ്റ്റോയിക് ചിന്തകന്മാർ കരുതി. ഈ ദൈവാംശമാണ് ജീവഹേതു. ദൈവം നിന്റെ സമീപെ നിന്നോട് കൂടെ നിന്നിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് സെനേക്ക പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ദൈവം മണ്ണിരയിലും വിട്ടിലിൻ്റെ അകത്തും ഇലകളിലുമെല്ലാം ആവസിക്കുന്നുണ്ടോ എന്ന് ഒരു പക്ഷെങ്കിൽ അവിശ്വാസികളായ ആളുകൾ ആക്ഷേപത്തോടെ ചോദിക്കാം. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. സർവസൃഷ്ടിയും വാഴ്ത്തി വന്ദിക്കുന്ന മഹേശ്വരനായ ദൈവമാണ് വിഷയം. സൃഷ്ടിയുടെ ഏത് നിസാര ഭാഗവും എത്ര നിസാരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലും അത് സൃഷ്ടാവിൻ്റെ ഹിതപ്രകാരമാണെങ്കിൽ ദൈവാരാധനയല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം വിളിച്ചാക്കുന്ന സ്ഥലത്ത് പരമേൽപ്പിക്കുന്ന ചുമതല വിശ്വസ്തയോടെ നിർവഹിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന. ആദിമസഭയിൽ
ഈ 4 ജീവികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് കാണുന്നത് 4 ജീവികൾ 4 സുവിശേഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. AD 170 സഭാപിതാവായ ഐറേനിയസ് 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വേലയുടെ 4 വശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും അതുകൊണ്ട് 4 സുവിശേഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ യോഹന്നാൻ കാണിക്കുന്ന ദർശനം, 4 ജീവികളുടെ ദർശനം അല്ലെങ്കിൽ അതിൻ്റെ രൂപസാദൃശ്യം തീർച്ചയായും രാജകീയ ദൈവപുത്രൻ്റെ രാജകീയ അധികാരത്തിൻ്റെയും കർത്തൃത്വത്തിൻ്റെയും പ്രതിരൂപമാണ്. കാളക്കിടാവ് പൗരോഹിത്യത്തെയും യാഗത്തെയും കുറിക്കുന്നു. മനുഷ്യരൂപം മനുഷ്യാവതാരത്തെ കാണിക്കുന്നു. ഗരുഡൻ തിരുസഭയുടെ മീതെ ചിറക് വിടർത്തി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രതിദാനം ചെയ്യുന്നു എന്നൊരു വ്യാഖ്യാനം ഐറേനിയസ് സഭാപിതാവായിരുന്നു അദ്ദേഹം നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ നിത്യപിതാവിൽ നിന്നുള്ള നിത്യപുത്രൻ്റെ ജനനത്തെയും പ്രഭാവത്തെയും കുറിക്കുന്നതുകൊണ്ട്, സിംഹവും ലൂക്കോസിൻ്റെ സുവിശേഷം സഖറിയ പ്രവാചകൻ്റെ കഥയോടുകൂടി അവതരിപ്പിക്കുന്നതുകൊണ്ട്, അതുമാത്രമല്ല ധൂർത്തപുത്രനെ സ്വീകരിപ്പാൻ അപ്പൻ തടിച്ച കാളക്കുട്ടി അറുത്തു എന്ന ചിത്രീകരണത്തോട് മുന്നോട്ട് നീങ്ങി യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യമുറയെ തെളിയിച്ച് കാണിക്കുന്നതിനാൽ കാളക്കുട്ടിയെയും, മത്തായിയുടെ സുവിശേഷം കർത്താവിൻ്റെ മനുഷ്യ വംശാവലി വിവരിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ ഊന്നിപ്പറഞ്ഞ് താഴ്മയും വിനയവുമുള്ള മനുഷ്യനായി വർണ്ണിച്ച് സമ്പൂർത്തിയിലേക്ക് എത്തുന്നതുകൊണ്ട് മനുഷ്യനെയും, മർക്കോസ് എഴുതിയ സുവിശേഷം പ്രവചനത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും യെശയ്യാപ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടും ആരംഭിക്കുന്നതിനാൽ ഉയർന്ന് പറക്കുന്ന ഗരുഡനെയും രൂപകസാദൃശ്യം നൽകി വ്യാഖ്യാനിക്കുന്നു. അതുകൂടാതെ ഐറേനിയസ് വേറൊരു വ്യാഖ്യാനം നൽകുന്നത് 4 ജീവികളുടെ 4 വിവിധ രൂപങ്ങൾ ദൈവത്തിൻ്റെ 4 ഉടമ്പടികളെ കുറിക്കുന്നു എന്നാണ്. ആദാമുമായിട്ടുള്ള ഉടമ്പടി, നോഹയുമായുള്ള, അതായത് ജലപ്രളയത്തിന് ശേഷമുള്ള ഉടമ്പടി, മോശയുമായുള്ള ഉടമ്പടിയും ന്യായപ്രമാണം മോശയ്ക്ക് കൊടുക്കുന്നതും, യേശു ക്രിസ്തുവിൽ മനുഷ്യനെ പുതുസൃഷ്ടിയാക്കി ഉയർത്തുന്ന പുതിയ നിയമം. ഇങ്ങനെ ഐറേനിയസിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് പുറമെ മറ്റ് ചില സഭാപിതാക്കന്മാരും വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. 4 സുവിശേഷങ്ങളും 4 ജീവികളും തമ്മിൽ പലതരത്തിൽ ബന്ധിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. ഐറേനിയസ് പറയുന്നു നോക്കുമ്പോൾ മത്തായി മനുഷ്യത്വം, മാർക്കോസ് ഗരുഡൻ, ലൂക്കോസ് കാള, യോഹന്നാൻ സിംഹം. അനാസിയോസ് എന്ന് പറയുന്ന മറ്റൊരു സഭാപിതാവിൻ്റെ അഭിപ്രായം മത്തായി മനുഷ്യൻ, മാർക്കോസ് കാള, ലൂക്കോസ് സിംഹം, യോഹന്നാൻ ഗരുഡൻ. പിന്നീട് വിക്ടോറിനസും അഗസ്തിനോസും ഒക്കെ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിലെല്ലാം യോഹന്നാനാണ് ഒരു കഴുകൻ്റെ അല്ലെങ്കിൽ ഗരുഡൻ്റെ കണ്ണുകളോടുകൂടി സുവിശേഷത്തിനുള്ളിൽ കർത്താവിൻ്റെ ദൈവപുത്രത്വത്തെ ആഴ്ന്ന് എടുത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ നമ്മൾ കാണുന്ന വ്യാഖ്യാനങ്ങളിലൊക്കെ പണ്ഡിതോചിതമായി അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ള അംശങ്ങളുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പ്രതീകം സിംഹമാണ്. കാരണം യേശുവിനെ യഹൂദായുടെ സിംഹമെന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇത് അനാസ്യാസിൻ്റെ വ്യാഖ്യാനത്തിലുള്ളതാണ്. അങ്ങനെ ഓരോ ജീവികളും ഓരോ സുവിശേഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സുവിശേഷ രചയിതാക്കൾ പ്രകടിപ്പിച്ചിരിക്കുന്ന മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗീയ ജീവികളുടെ സ്തുതിഗാനത്തിൽ ദൈവത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയുന്നു. ദൈവം പരിശുദ്ധനാണ്, അവരുടെ സ്തുതിയുടെ പ്രത്യേകതയാണ് ദൈവം പരിശുദ്ധൻ. രണ്ടാമത് പറയുന്നു ദൈവം സർവശക്തൻ. മൂന്നാമത് പറയുന്നു ദൈവം നിത്യനാണ്. സാമ്രാജ്യങ്ങൾ വരികയും പോവുകയും ചെയ്യും, എന്നാൽ ദൈവം സുസ്ഥിരനായി നിലനിൽക്കുന്നു. ശാശ്വതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കാൻ മനുഷ്യൻ ശ്രമിച്ചേക്കാം, എന്നാൽ ദൈവത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല.
അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നിത്യനായ, സർവശക്തനായ, പരിശുദ്ധനായ ദൈവത്തെ സ്വർഗത്തിൽ കെരൂബുകൾ ആർത്ത് ഉല്ലസിച്ച് ആരാധിക്കുന്നത് പോലെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവിൻ്റെ മഹത്വത്തെ ദർശിപ്പാനും ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവ സ്തുതിയിൽ സ്വയം അമർന്ന് ഇരിക്കുന്ന അനുഭവമാണ് നമ്മുടെ ആരാധന. കർത്താവിൻ്റെ കൃപ നാം ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനായി മഹത്വവാനായി ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയ ഊർശലേമിൽ കെരൂബുകൾ അങ്ങേ ആരാധിക്കുന്ന മനോഹരമായ ചിത്രം സഭയ്ക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ആരാധനയിൽ അന്തർഭവിച്ചിരിക്കുന്ന ആ വലിയ മഹത്വത്തെ ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ കരുണയിലും അവിടുത്തെ കൃപയിലും മാത്രം ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ദൈവസാന്നിധ്യം നൽകണമേ. ഭാരത്തോടും വിഷമത്തോടും ദുഃഖത്തോടും അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിക്കുന്ന കുടുംബങ്ങൾ. ആശ്വാസത്തിൻ്റെയും മഹത്വത്തിൻ്റെയും നാഥനായ ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ വർഷം പ്രദാനം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനവും കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.